ആളുകളെല്ലാവരും പറയും, ബാബ ജീവിച്ചിരുന്ന ബാബയേക്കാൾ കൂടുതൽ ശക്തനാണ് ബാബ തിരുമേനി കാലം ചെയ്തതിനു ശേഷം. അദ്ദേഹത്തിൻ്റെ ആത്മാവാ നിലയിൽ ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ആ വിശുദ്ധ ജീവിതം നയിച്ച ബാബ തിരുമേനി നമുക്ക് വേണ്ടി നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കും. പ്രത്യേകിച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം ബാബ തിരുമേനി അത്രമേൽ കരുതിയിട്ടുണ്ട്, അത്രമേൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ യാത്രയിൽ ബാബ തിരുമേനിയുടെ വലിയ ഒരു കരുതലുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സാധാരണക്കാര ആളുകളൊക്കെ എത്രമാത്രം കണ്ണുനീരൊഴുക്കി കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. 98 വയസ്സുള്ള ഒരു അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് എല്ലാവർക്കും അമ്മച്ചി നന്നായിട്ട് അറിയാം. ഇപ്പോഴും ആ ഒരു ഊർജം നഷ്ടപ്പെടാതെ സഭയ്ക്ക് വേണ്ടി അതുപോലെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന അനേകം സാധാരണക്കാരായ മനുഷ്യർ ഈ സഭയിലുണ്ട്. അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും അവരുടെ പിൻബലവുമാണ് ഈ സഭ എന്നും നിലനിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി നമുക്ക് മുൻപോട്ട് പോകാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ പൈതൃകം മുറുകെ പിടിച്ചുകൊണ്ട് അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് ഈ സഭയ്ക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കാലം വരുമെന്നുള്ളതായ പൂർണ്ണമായ വിശ്വാസത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. വ്യവഹാര വിമുക്തമായ ഒരു സഭ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്.